ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈദിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമുക്കിപ്രാവശ്യം 29 നോമ്പാണല്ലോ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റു. ഇത്രയും ദിവസം നമ്മൾ നോമ്പൊക്കെ ആയ കാരണം കുറച്ച് നേരമൊക്കെ വൈകിട്ടാണ് എണീക്കാറ്. നമുക്ക് അത്ര പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷൈമുക്കാരുടെ ഡ്രസ്സ് തേക്കാനുണ്ടായിരുന്നു. മുണ്ടും ഷർട്ടും ഒക്കെ തേക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേച്ച് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇന്ന് രാവിലെ മാഗിയാണ്. ഇവിടെ ഒരുവിധം എല്ലാം പെരുന്നാളിലും മാഗി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. മാഗിയും ചിക്കൻ പൊരിച്ചതും അല്ലെങ്കിൽ മാഗിയും മുട്ട പുഴുങ്ങിയതും കേട്ടോ. അങ്ങനെയാണ് ഒരുവിധം പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നേരത്തെ തന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നൈസ്മക്കുട്ടി എണീറ്റിട്ടില്ല, ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. തലേദിവസം രാത്രി ഭയങ്കര നേരം വൈകിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് എണീക്കാനായിട്ട് കുറച്ച് നേരം വൈകി കേട്ടോ. അപ്പോൾ ഞാൻ രാവിലേക്കുള്ള മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗി ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഗിയും ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ മാഗിയും മുട്ട പുഴുങ്ങിയതൊക്കെയാണ് നമ്മുടെ പെരുന്നാളിൻ്റെ രാവിലത്തേത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു. അതിന് മുന്നേ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ പണിയും എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഉച്ചയ്ക്കും നമുക്ക് ചിക്കന് ബീഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഇപ്പോൾ ഒരു നേരത്തെ പള്ളിയിൽ പോകുമ്പോൾ അധികം ചായ കുടിക്കാനോ കാര്യങ്ങളോ ഒന്നും നിൽക്കില്ല. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതുമാണ്, നമുക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ മാഗി ഉണ്ടാക്കി പിന്നെ മുട്ട പുഴുങ്ങിയതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇസ്മക്കുട്ടി നല്ല ഉറക്കമാണല്ലോ. അപ്പോൾ അവൾ എണീക്കണായിട്ട് മുന്നേ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചു. പിന്നെ നമുക്കിന്ന് ചിക്കൻ ബിരിയാണിയാണ്, പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളൊരു സ്പെഷ്യൽ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കച്ചമ്പർ, ചമ്മന്തി, പപ്പടം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. നമ്മുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഞാൻ വെറും ഹെൽപ്പറാണ് കേട്ടോ. അങ്ങനെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ കഴുകി കൊടുക്കുക, മസാല പുരട്ടുക, പൊരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്ക് മെയിനായിട്ട് തന്നെയാണ് ചിക്കൻ ബിരിയാണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ തലേദിവസം തന്നെ പൊട്ടിച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എടുത്തിട്ട് ഇതാക്കാമല്ലോ. ആ നേരത്തെ പോയി പൊട്ടിക്കണ്ടല്ലോ, ഒരുപാട് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര എരിവുള്ള മുളകാണ് കേട്ടോ, ഉണ്ടമുളക്. ഇത് ഒരെണ്ണമൊക്കെ ഇട്ടാൽ തന്നെ ഇട്ടാൽ തന്നെ ഭയങ്കര എരിവാണ് കേട്ടോ. പിന്നെ ചീനമുളകുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ അങ്ങനെ പൊട്ടിച്ച് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ എല്ലാതും ഒരുമിച്ചിട്ടിട്ട് പേസ്റ്റ് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുകയൊന്നും ചെയ്യില്ല. ഇതിൻ്റെ കൂടെ തന്നെ അരക്കുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം. പിന്നെന്താ നമുക്ക് ചെയ്യാനുള്ളത്, സവാള അരിയണം, തക്കാളി അരിയണം, മല്ലിച്ചപ്പ് അരിയണം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പണികൾ കേട്ടോ. പിന്നെ ചിക്കൻ നമ്മൾ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായം പരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര സ്പെഷ്യൽ ഒരു മസാലയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ ഇതുപോലെ ഒരു ഷോർട്സ് ആയിട്ട് ഈ ഒരു മസാല ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന ഇടയിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നു. അപ്പോൾ മാഗിയും പിന്നെ അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതായിരുന്നു നമുക്കിന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് രാവിലെ ചായക്ക് കിട്ടാൻ നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മൾ കുറേ ദിവസം രാവിലെ ചായ കുടിക്കാതെ ഇന്നാണല്ലോ നമ്മളിപ്പോൾ ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ നമ്മൾ കായം പരട്ടി വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കുറച്ച് മുന്നെയാണ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ് അല്ല, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ പൊരിക്കുന്നതിൻ്റെ. എൻ്റെ ഉമ്മാൻ്റെ താത്ത പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവാളയും പച്ചമുളകും പിന്നെന്താ ക്യാരറ്റും തൈരൊക്കെ ഒഴിച്ചിട്ട് കച്ചമ്പർ ഉണ്ടാക്കി. പിന്നെന്താ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ ചിരവിടുത്തു. എന്നിട്ട് പിന്നെ ചീനമുളകും സവാളയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, മല്ലിച്ചപ്പ് ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ ആ ചമ്മന്തിക്ക് ഒരു വേറെ കളറും ഉണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണം, പിന്നെ സവാള ഇട്ട് കൊടുക്കണം, പച്ചമുളക് ഇട്ട് കൊടുക്കണം, പിന്നെ കുറച്ച് സ്വർക്കം ഒഴിക്കണം, ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒഴിച്ചാൽ മതിയിട്ട്. എന്നിട്ട് നമുക്കങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കാം.
പിന്നെ നമുക്ക് പപ്പടം പൊരിക്കാനുണ്ട്. അപ്പോൾ ഒരുവിധ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ട്, അപ്പോൾ അപ്പത്തേനും ഉമ്മ അവിടെ ബിരിയാണിയൊക്കെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ബിരിയാണിയൊക്കെ ഉമ്മ ദമ്മിടാനുള്ള ലെവലിലേക്ക് ആയിട്ട് വേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊച്ചുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുപ്പ് വന്നപ്പോൾ അങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു 12:30 ആയപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാം വിളമ്പിയിട്ട്, അപ്പോൾ പെരുന്നാളിലല്ല ഒരുവിധ ആൾക്കാരൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ നീളനരിയിലാണ് പ്രാവശ്യം ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നീളനരിയിലത്തെ ബിരിയാണി. പിന്നെ ചമ്മന്തി ഉണ്ട്, മല്ലിച്ചപ്പിൻ്റെ ചമ്മന്തി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കച്ചമ്പറുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പെരുന്നാളിനൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊക്കെ രസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ അത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാളിൻ്റെ വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നാത്തൂൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ അവിടുത്തെ പെരുന്നാളൊക്കെ കൂടി വൈകുന്നേരം ഒരു 4 മണി ഒക്കെ ആകുമ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവളെ കൂടെ നിന്ന് നമുക്ക് പെരുന്നാളിൽ പുതിയൊരു ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാരാന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളും. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ആരാണ് അവളെ കൂടെ വന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ബിരിയാണിയും കച്ചമ്പറും ചമ്മന്തിയും പൊരിച്ച ചിക്കനൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി ഇട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൂച്ചകൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടാണ്. പെരുന്നാളൊക്കെ അല്ലേ, അവരും കഴിക്കട്ടെ നല്ല അടിപൊളി ബിരിയാണി. അങ്ങനെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേനും അവിടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടാണ്. ചിക്കൻ്റെ മണം വരില്ലേ. അങ്ങനെ അവർക്കും നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ചു. എല്ലാ പൂച്ചകളും വന്ന് 2-3 പൂച്ച ഉണ്ടായിരുന്നു, പിന്നെ കാക്കകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് പുറത്തും വെച്ച് കൊടുത്തിട്ട് അവരൊക്കെ ബിരിയാണി തിന്നു. ഇതിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്, അവരും തിന്നട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് 4 മണി 4:30 ഒക്കെ ആയ സമയത്ത് നാത്തൂനും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവളെ കൂടെ വന്ന പുതിയ അതിഥി എന്ന് പറയണത്. അപ്പോൾ ഇത് ഒരു അണ്ണാൻകുട്ടിയാണ്. അവൾക്കൊരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ അവൾ ഈ അണ്ണാൻകുട്ടിയുടെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അണ്ണാൻകുട്ടീനെ അവൾ ഇങ്ങോട്ട് പോന്നപ്പോൾ അവൾ കൂടെ കൊടുന്നതാണ്. അവളെ ഉമ്മയും ഇതുപോലെ മുത്തുമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ അത് ഒറ്റക്കാവില്ല, ഇതിന് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊട്ടയിലാക്കിയിട്ട് അവൾ കൊടുന്നു. അപ്പോൾ പാലും പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ അവൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ പാലൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കൂടൊക്കെ തുറന്നപ്പോൾ അതിങ്ങനെ നോക്കുകയാണ്. എന്നും അത് കണ്ടിരുന്ന വീടല്ലല്ലോ, അതാണ് തോന്നുന്നുണ്ട്. അതിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൻ കുറേ നേരം നോക്കി. പിന്നെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ കൊട്ടം ഇങ്ങനെ ചുറ്റിയിട്ടൊക്കെ കളിച്ച്, പിന്നെ അവളെടുത്തപ്പോൾ അവളെ മേലൊക്കെ കയറിയിട്ട് കുറേ നേരം കളിച്ച്. അങ്ങനെ അതിനായിട്ട് കുറേ നേരം ഇസ്മക്കുട്ടിയും മക്കളെല്ലാവരും കളിച്ചിട്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പെരുന്നാളിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ഫുഡും എല്ലാം കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് അധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.